റീസെന്റ് ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. 8 crores ആയിരുന്നു ഒരു എക്സ്പോർട്ട് ലിമിറ്റ് പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര 8.75 ആ റേഞ്ചിലായിരുന്നു റെപ്പോ ലിങ്ക് റേറ്റ്സ് ഉണ്ടായിരുന്നത്. ആ ക്ലൈന്റിന് അറിയില്ല അത് പാക്കറ്റ് ഫെസിലിറ്റി തന്നെ ഈ പറഞ്ഞ പോലെ 6.41 ആഫ്റ്റർ സബ്വെൻഷൻ ഈ 3.75 to 4 കിട്ടും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഫണ്ട് കൊടുത്തത് ഈ 2.75 ക്രോസിന്റെ കൊളാറ്ററൽ ബാക്കിന് അഗേൻസ്റ്റ് ഒരു 19.5 crores ആണ് നമ്മൾ ലിമിറ്റ് റിലീസ് ചെയ്തത്. അപ്രോക്സിമേറ്റ്ലി 10 to 11 crores അഡീഷണൽ ലിമിറ്റ് സെയിം കൊളാറ്ററൽ കിട്ടി. അപ്പോൾ അവരുടെ എക്സ്പോർട്ട് അതിനനുസരിച്ച് വളരെയധികം ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യും. അപ്പോൾ ഇത്തരം ഫെസിലിറ്റീസ് ഒരുപാട് ബാങ്കിങ് സിസ്റ്റത്തിൽ അവൈലബിൾ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഫോറക്സിൽ ഭയങ്കര കൺവേർഷൻ മാർജിൻ വളരെ ഫൈൻ പ്രൈസിലേക്ക് എടുക്കാൻ പറ്റും. അതായത് ഒരു 5 bps അല്ലെങ്കിൽ 5 bps ബിലോ ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷേ ഇത്തരം ഇത് എടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവരുടെ അഡീഷണൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് കോസ്റ്റ് ഒരുപാട് റെഡ്യൂസ് ആവും. അപ്പോൾ റേറ്റ് റെഡ്യൂസ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരെ കൺവേർഷൻ പ്രൈസിങ്ങും അതർ ചാർജസും ഈ ഡോക്യുമെന്റ് ചാർജ് അല്ലെങ്കിൽ സ്വിഫ്റ്റ് ചാർജസ് എല്ലാം റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇവർക്കൊരു വലിയ ഹ്യൂജ് മണിയായിരിക്കും ഇവരുടെ സേവിങ്സ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇത്തരം ഓപ്ഷൻസ് എടുത്ത് എക്സ്പോർട്ട് ബൂസ്റ്റ് ചെയ്യാനുള്ള സപ്പോർട്ടാണ് ഈ ലീഡ് സ്പിയർ നമ്മൾ ഓരോ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്.